ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു. കുടുംബത്തിൽ പരസ്പര സ്നേഹക്കുറവ്, കരുതലില്ലായ്മ, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, ലൗകിക ജീവിത സുഖങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം എന്നിവയെല്ലാം തന്നെ കുടുംബജീവിതത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, ദുബായ് പാരിഷ് സേവനി സമാജാംഗങ്ങൾ സവിനയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, 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 കുടുംബം. ഒരിടത്തരം കുടുംബമായിരുന്ന വെല്ലുവിടന്റെ മൂത്ത മകൻ അമേരിക്കയിലും രണ്ടാമത്തെ മകൻ ദുബായിലുമാണ്. സാറ അമ്മച്ചി കഴിഞ്ഞ 2 വർഷക്കാലം മൂത്ത മകന്റെ കൂടെ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ ജീവിത സാഹചര്യങ്ങൾ മടുത്തു തുടങ്ങിയപ്പോഴാണ് അമ്മച്ചി ദുബായിലെ രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് എത്തുന്നത്. അമേരിക്കയിൽ നിന്ന് വന്ന സാറാമ്മച്ചിയെ കാണാൻ ചില ദിവസങ്ങൾക്ക് ശേഷം സ്റ്റെസി ദുബായിലെ സേവനി സമാജാംഗങ്ങൾ സാമിന്റെ വീട്ടിൽ സന്ദർശിക്കാനെത്തുന്നു. ശേഷം കാഴ്ചയിൽ ആഹാ, ഇതാരൊക്കെയാ? 2 പേര് മാത്രമേ ഉള്ളോ? ബാക്കി എല്ലാവരും എന്ത് ചെയ്യേ? വന്നാട്ട് വാ, ഇരിക്കാം. ഓ, എല്ലാവർക്കും വരാൻ പറ്റിയില്ല. ഓരോരുത്തർക്കും ഓരോ തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി പോന്നു. അമ്മച്ചി എന്ത് ചെയ്യേ? കിടക്കുവാണോ? ഞാൻ അമ്മച്ചിയെ വിളിക്കാം. അമ്മച്ചി, അമ്മച്ചി. എന്താ മോളെ? അമ്മച്ചിയെ കാണാനേ സേവനി സമാജത്തിൽ നിന്ന് ജെസിയമ്മാമയും മീനു ചേച്ചിയും വന്നിട്ടുണ്ട്. ഇതാ ഞാൻ വരുന്നു. ലാലി, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയോ? സാമു പോയി കാണുമല്ലേ? ആ അമ്മച്ചി, യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്താ പറയാനാ മോളെ, 14 മണിക്കൂർ ഒരേ ഇരിപ്പിലിരുന്ന് എന്റെ കാലും കൈയും എല്ലാം നീര് വെച്ചാണ് ഞാൻ ഇവിടെ വന്നത്. വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നിങ്ങളെല്ലാരും ഇരുന്ന് സംസാരിക്കാം. ഞാൻ കുടിക്കാൻ ചായ ഇട്ടില്ല, പഞ്ചസാരയൊക്കെ ഇടുമല്ലോ. അമ്മച്ചി, അമേരിക്കയിലുള്ള മോനും കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ദൈവകൃപയാൽ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അമ്മച്ചി, അവിടുത്തെ ആരാധനക്കൊക്കെ പോയിരുന്നോ? അമേരിക്കയിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും എനിക്ക് ആരാധനയ്ക്ക് പോയേ പറ്റൂ. പക്ഷെ പള്ളിയിൽ ആൾക്കാർ വരുന്നത് തീരെ കുറവാണ്. ഞാൻ ഇങ്ങോട്ട് പോരാറായപ്പോഴത്തേക്ക് പള്ളി നിറയെ ആളായി. കാരണം എന്താണെന്ന് അറിയാമോ മോട്ടെ? അവിടുത്തെ ഒരു പുതിയ പ്രസിഡന്റ് ട്രംപ് അല്ല അമ്മച്ചി, ട്രംപ്. ആ അതെ മോനെ, അത് തന്നെ. സ്ഥാനമേറ്റതിൽ പിന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാ ജോലികളൊക്കെ പോകാൻ തുടങ്ങി. ജോലിക്ക് പ്രശ്നമായി തുടങ്ങിയപ്പോൾ അവരുടെ എല്ലാം ഭക്തി കൂടി. എല്ലാവരും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ പള്ളി നല്ല ആളാ കേട്ടോ. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലേ ദൈവത്തെ വിളിക്കാൻ താല്പര്യമുള്ളൂ. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ സേവന സമാജമൊക്കെ എങ്ങനെയുണ്ട്? പഴയതുപോലൊക്കെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? അത് പാഴ്സനേജ് നിറയെ ആൾക്കാരുണ്ടോ, അതോ വിരലെല്ലാം മാത്രമേ വരുന്നുള്ളൂ? അമ്മച്ചി, ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ അച്ഛൻ വന്നതിന് ശേഷം എല്ലാ മാസവും സേവന സമാജത്തിന് വരുന്ന ആൾക്കാരുടെ കണക്ക് പള്ളിയിൽ കൃത്യമായിട്ട് പറയാറുണ്ട്. അത് കേട്ട് നാണം കെട്ടെങ്കിലും കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങി. എന്നിട്ടും വരാത്ത ചിലരുണ്ട്. അവരെ കർത്താവ് നേരിട്ട് വന്ന് വിളിച്ചാലും ഇനി വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ സെക്രട്ടറി ഇപ്പോഴും നമ്മുടെ ജോലി തന്നെയല്ലേ? അല്ല അമ്മച്ചി, ജോളി ബ്രദർ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പ്രൊമോഷനായി വൈസ് പ്രസിഡന്റ് ആയി. അതുപോലെ വേറൊരു സന്തോഷമുള്ളത്, പുതിയൊരു ആരാധനാ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ജോലി മാറിയോ? അതൊരു കൊച്ചു മിടുക്കനായിരുന്നു. നല്ല സ്നേഹമുള്ള കൊച്ചനായിരുന്നു കേട്ടോ. പേര് പോലെ തന്നെയാണ്, നല്ല ജോലിയാണ്. എന്നാ പിന്നെ അമ്മച്ചി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് 1-2 വീടുകൾ കൂടി കയറാനുണ്ട്. ശരി മക്കളെ, വന്നത് വളരെ സന്തോഷമുണ്ട്. ഇനി വല്ലപ്പോഴും ഒക്കെ വരണേ.
വന്ന് വല്ലതും കഴിക്ക്. ഇന്ന് ഞാനിത്തിരി കഞ്ഞിയും പയറുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂട്ടത്തിൽ ഇതിരി തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട്. നീ ഉള്ളത് ഇങ്ങ് കൊണ്ടുപോവാ. കഞ്ഞി കണ്ട കാലം മറന്നു. അവിടെ കിട്ടുന്നതൊക്കെ ഈ വീർത്തിരിക്കുന്ന കോഴിയും ഈ ബർഗറും ഒക്കെയാ. അമ്മച്ചി, ബർഗർ അല്ല ബർഗർ. ആ ബർഗർ. അവരതൊക്കെ കടിച്ചു പറിച്ചിട്ടുണ്ട്. പിന്നെ വിശക്കുമ്പം വലുതും തിന്നണ്ടായോ? അതുകൊണ്ട് ഞാനും അതിത്തിരി കടിച്ചു പറിക്കും. എന്തിയെ കുഞ്ഞുങ്ങൾ അവരെ കൂടെ കഴിക്കാൻ വിളിക്കേ? നല്ല ചൂട് കഞ്ഞിയാണല്ലോ. അവർക്ക് വേണ്ട അമ്മച്ചി. ഇന്ന് സാമച്ചായൻ പൊറോട്ടയും ചുട്ട കോഴി ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കഞ്ഞിയൊന്നും ഇഷ്ടമല്ല. ആഹാ, അത് കൊള്ളാമല്ലോ. വല്ലപ്പോഴും കഞ്ഞിയൊക്കെ കൊടുത്ത് പഠിപ്പിക്കണ്ടേ? സാം എപ്പം വരുമടി? അമ്മച്ചി, അച്ചായൻ എന്തോ പാർട്ടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ. കുഞ്ഞെ, ആ ഫോൺ ഇങ്ങനെ കുത്തി വിളിച്ചേ. അവൻ എപ്പം വരുമെന്നൊന്ന് ചോദിക്കേ. ഞാൻ മരുന്ന് കഴിച്ചിട്ട് കിടക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കുകയും വേണം. എന്നാ പിന്നെ അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. അച്ചായൻ വൈകും. പ്രകാരമായി മനസ്സ് നിറഞ്ഞ് വല്ലതും കഴിച്ചിട്ട് വാ പിള്ളേരെ പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ ടി വിയിൽ D4 ഡാൻസ് തുറന്നു. അത് കഴിഞ്ഞേ അവർ വരികയുള്ളൂ. മോളെ ലാലി, നീയെങ്കിലും വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മച്ചി, എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട്. അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. ആ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ച് കിടക്കാൻ പോകും. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ദൈവത്തിന് സ്തോത്രം. ഇതെന്താ ഈ വേദപുസ്തകം മുഴുവൻ പൊടിയാണല്ലോ. ഇവിടുന്ന് ഞാൻ പോയ പിന്നെ ഇതുവരെ ഇത് എടുത്ത് വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഈ വേദപുസ്തകം മുഴുവൻ കറണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലും ഒക്കെ ആണല്ലോ. ഇതെല്ലാമാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിങ്ങളുടെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൽ സമാധാനമുണ്ടാകട്ടെ. ആമീൻ. എടി ലാലി, ഞാൻ കിടക്കാൻ പോവാ. അവൻ വരുമ്പം എന്നെ ഒന്ന് വിളിക്കണേ. ശരി അമ്മച്ചി. അമ്മച്ചി കിടന്നോ, ഞാൻ വിളിച്ചോളാം. ഹലോ അച്ചായ, എവിടെയാ? എത്താറായോ? അതുകൊണ്ട് അമ്മച്ചി കിടന്നു. അച്ചായൻ ഇത്രയും നേരം നോക്കിയിരിക്കുമായിരുന്നു. മോനെ, അപ്പയാകും. വാതിൽ പോയി തുറക്കടാ. അമ്മച്ചി ഉറങ്ങിയോ? അമ്മച്ചി അങ്ങോട്ട് കിടന്നു. ഇന്ന് മണത്തിന് മണം അടിക്കുന്നുണ്ടല്ലോ. എന്ത് മണം? അത് ഇന്നലെ മേടിച്ച പെർഫ്യൂമിന്റെ. എന്താ ഇത്ര വൃത്തിയായിട്ട് മണമുള്ള പെർഫ്യൂമോ? ഇതെന്താ വായിന് പഠിച്ചോ? ആ, വേണ്ട വേണ്ട. ഈയിടെയായിട്ട് ഈ പെർഫ്യൂം അടി ഇത്തിരി കൂടുന്നുണ്ട്. വർഷാവസാന കൂട്ടായ്മയിൽ തീരുമാനം എടുത്തൊക്കെ മറന്നോ? കൊള്ളാം. അച്ഛൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ഇതായിരുന്നു. Efesiയർ 5:18 വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്തായാലും വീഞ്ഞു കൂടി തുടങ്ങി. ഇനി ദുർനടപ്പുണ്ടോ ആവോ? എന്തായാലും അമ്മച്ചി ഇതൊന്നും അറിയണ്ട. ഇനി നീ അമ്മച്ചിയെ ഇപ്പൊ വിളിക്കണ്ട. അമ്മച്ചി ഇപ്പൊ ഇത് അറിഞ്ഞാൽ ഉള്ള മനസ്സമാധാനം പോകും. മാത്രമല്ല വേണമെങ്കിൽ അച്ഛനെയും വിളിച്ചു പറയും. എന്തായാലും അച്ഛൻ ഈ കോലത്തിൽ അങ്ങോട്ട് പോകണ്ട. അച്ഛൻ്റെ ഈ മണമടിച്ചാൽ തന്നെ അമ്മച്ചി മയങ്ങിപ്പോവും. നിനക്ക് ബുദ്ധിയുണ്ടല്ലോടി, വിവരമില്ലെങ്കിലും. അവൻ വന്നോ? അയ്യോ, അമ്മച്ചി ഉറങ്ങിയില്ലയോ? എന്റെ പോക്കറ്റിലൊരു ചൂയിനെ കിടന്ന് കാണുന്നില്ലല്ലോ. ഒരു ഏലക്ക ഉണ്ടെങ്കിൽ എടുത്ത. സാമോനെ, നിങ്ങളിവിടെ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. എന്ന് തുടങ്ങിയടാ ഈ ദുശീലങ്ങളൊക്കെ?
ഇങ്ങനെയാണോടാ ഞാൻ നിങ്ങളെ വളർത്തിയത്? ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളൊക്കെ ലഭിച്ചപ്പോൾ ദൈവത്തെ മറന്നു തുടങ്ങിയല്ലേ? ഇന്ന് നീ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം നിന്റെ അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീരിന്റെ ഫലമാണെന്ന് നീ ഓർത്തോളണം. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. നീ എനിക്ക് എളുപ്പം ടിക്കറ്റ് എടുത്തു തരണം. ഞാൻ നാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അമ്മച്ചി ഇപ്പൊ പോണ്ട അമ്മച്ചി. ഇനി അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അമ്മച്ചി എന്തായാലും വന്നതല്ലേ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം. ഇല്ല മോളെ, ഞാൻ പോവാ. നീ എന്നെ നിർബന്ധിക്കരുത്. അമേരിക്കയിൽ നിന്ന് മനസ്സുമടുത്ത് ദുബായിലെ മകനോടൊത്ത് സന്തോഷം പങ്കിടാൻ വന്ന സാറാമ്മച്ചി ഇവിടെയും മനസ്സമാധാനമില്ലാതെ തൻ്റെ മകൻ്റെ ദുശീലങ്ങൾ കണ്ട് വേദനിച്ച് മനസ്സില്ലാ മനസ്സോടെ തൻ്റെ സ്വന്തം നാടായ തിരുവല്ലയിലെ വലിയ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അമ്മച്ചി പോയതിനു ശേഷം ദുബായിൽ സാമിൻ്റെ വീട്ടിലെ മറ്റൊരു ദിനം. എന്തോ അമ്മനെ ഇത്? രാവിലെ പോക്കും റോക്കുമായി തുടങ്ങിയോ? ഇതെന്തൊരു കഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു സമാധാനവുമില്ല. നീ വല്ലതും പോയിരുന്നു പഠിക്ക്. ആഹാ, എങ്ങനെ ശരിയാവാനാ? അപ്പനെ കണ്ടല്ലേ പിള്ളേർ വളരുന്നത്. നേരം എടുക്കുമ്പോഴേ മൊബൈലും എടുത്ത് തോണ്ടിക്കൊണ്ടിരുന്നോളൂ. ഇതിനെക്കുറിച്ച് നിനക്ക് വല്ല വിവരമാണ്? ലോകം മുഴുവൻ ഈ വിരൽത്തുമ്പില്ല. ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്ത നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാ ഇന്നലെ ന്യൂസിൽ കേട്ടത്. ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ കൊണ്ടുകിടന്ന് ഒരുത്തനെ വഴിയിൽ വെച്ച് വണ്ടി ഇടിച്ചു മരിച്ചത്. എടി ലാലി, രാവിലെ വഴക്കുണ്ടാക്കാതെ വല്ലതും കഴിക്കാൻ പോയി ഉണ്ടാക്കാൻ നോക്കും. ദൈവത്തെ ഓർത്ത് നീ ദോശ ഉണ്ടാക്കാതെ വല്ല പൂരി എങ്ങാണോ ഉണ്ടാക്കാൻ നോക്കും. എല്ലാവരും ലോകം വിരൽത്തുമ്പിൽ കൊണ്ട് നടന്നു. ഈ വീട്ടിൽ എല്ലാവരും പണി ചെയ്ത് എന്റെ നടുവൊടിഞ്ഞു. എവിടെ എന്റെ മൊബൈൽ? ലോകം എന്റെ വിരൽത്തുമ്പിലും വരുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദാ ഇരിക്കുന്നു ഭാവിയുടെ മറ്റൊരു വാഗ്ദാനം. പരീക്ഷ വന്ന് തലേ കയറി. എന്താണ് നിനക്ക് പരീക്ഷ? അമ്മയ്ക്ക് എന്താ പ്രശ്നം? ടൈം ടേബിൾ അല്ലേ ഒട്ടിച്ചു വെച്ചേക്കുന്നത്? ഒന്ന് പോയി നോക്കൂടെ? അല്ലേലും അമ്മയ്ക്കാണല്ലോ പ്രശ്നം. അത് ശരി, നീ എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ പള്ളിയിലുള്ള ബേബി ആന്റിയുടെ മകളെക്കാട്ടി മാർക്ക് നീ വാങ്ങിയില്ലെങ്കിലാ പിന്നെ മോള് ദുബായി പഠിക്കാമെന്ന് കരുതണ്ട. പിന്നെ ബേബി ആന്റിയുടെ മോള് ഒരു കാര്യം ചെയ്യും, എനിക്ക് പകരം മമ്മി പോയങ്ങ് പരീക്ഷ എഴുതും. ഡേ, തർക്കുത്തരം പറയുന്നോ? ഒരെണ്ണം ഞാനോ തന്നാലുണ്ടല്ലോ. ഓ, ഒരു സമാധാനം തരത്തില്ല. ഏത് നേരത്തും പടി പടി പടി. ലാലിക്ക് ഇതെന്ത് പറ്റി? വാട്സപ്പ് മെസ്സേജ് അയച്ചിരിക്കുന്നത് പൂരി ബാജി പുട്ടുകടല ഇത്ര പെട്ടെന്ന് ഇവളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എടി ലാലിയെ, പെട്ടെന്ന് എടുത്ത് വെക്ക. എടുത്തു വയ്ക്കാൻ പറ്റില്ല, അയച്ചു തരാനേ പറ്റുള്ളൂ. ഇത് ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ചിനുള്ള പിക്ചർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അയച്ചു തരാം. ആ, പണിയായി. ലോകം അവളുടെ വിരത്തുമ്പിലും വന്നു എന്നാ തോന്നുന്നത്. പോകുന്ന വഴിക്ക് വീനസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നാണെങ്കിൽ MD ഒരു മീറ്റിംഗും ഉള്ളതാണ്. ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നു പോകുമ്പോൾ സാമിൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടാകുന്നു. സാമിൻ്റെ അമ്മ ലോകത്തോട് വിട പറയുകയും ചില ശാരീരിക രോഗങ്ങൾ പിടിപെടുകയും തൻ്റെ ജോലി നഷ്ടമാവുകയും അങ്ങനെ ശാരീരികവും മാനസികവുമായി തളർന്ന സാം എല്ലാം നഷ്ടപ്പെട്ട് വീടിൻ്റെ ഒരു കോണിൽ തൻ്റെ ജീവിതത്തെ പഴിച്ചുകൊണ്ട് മരിച്ചു ജീവിക്കുന്നു.
കുഞ്ഞുങ്ങൾ തങ്ങളുടെ ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നു. ഇതിനെല്ലാം സാക്ഷിയായി ലാലി തൻ്റെ വേദനകളും പേറി ജീവിക്കുമ്പോൾ ലാലിയുടെ അമ്മയുടെ അനിയത്തി ചിന്നമ്മച്ചേടത്തി സാമിൻ്റെ വീട്ടിലേക്ക് ദൈവനിയോഗം പോലെ കടന്നു വരുന്നു. ശേഷം കാഴ്ചയിൽ ആഹാ, ഇതാരാ? ചിന്നമ്മയോ? ഞാൻ ഇപ്പൊ അമ്മമ്മയുടെ കാര്യം ഓർത്തതേ ഉള്ളൂ. തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് വിളിക്കാനിരിക്കുമായിരുന്നു. എന്താ മോളെ കാര്യം? ഞാൻ ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതാ. 4 മണിക്ക് മുൻപ് എനിക്ക് അങ്ങോട്ട് എത്തണം. നിന്റെ മുഖം എന്താ ആകെ വല്ലാതിരിക്കുന്നേ? നിന്റെ പഴയ പ്രസരിപ്പൊക്കെ അങ്ങ് പോയല്ലോ. ജീവിതത്തിൽ സമാധാനവും സന്തോഷമില്ലെങ്കിൽ എങ്ങനെ പ്രസരിപ്പ് വരാനാ അമ്മമ്മേ? എന്ത് പറ്റി മോളെ നിനക്ക്? അമ്മമ്മേ, അച്ഛൻ പണ്ട് ഒത്തിരി ധൂർത്തും ദൈവത്തെ മറന്നുള്ള ജീവിതവും നയിച്ചു. കുഞ്ഞുങ്ങൾ അവർക്ക് തോന്നിയ പോലുള്ള ജീവിതവും നയിച്ചു. സാമച്ചാന്റെ ജോലിയും നഷ്ടപ്പെട്ടു. മോളെ, നീ വിഷമിക്കേണ്ട. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മോളെ, നിന്റെ മനസ്സ് വിഷമിക്കുമ്പോഴൊക്കെയും നീ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യും. നിനക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കും. മോളെ, നീ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. നമ്മൾ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് പോലെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിശ്ചയമായും നിന്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിക്കും. നീ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരും. നീ വിശ്വസിക്കുക. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്ത് എപ്പോഴും പറയുമായിരുന്നു കുടുംബ പ്രാർത്ഥനയും ആരാധനയും ഒന്നും മുടക്കരുതെന്ന്. അന്നൊന്നും ഞാനത് കാര്യമാക്കിയില്ല. അമ്മാമ്മേ, എൻ്റെ അച്ചായൻ്റെ ജീവിതം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം, കുടുംബത്തിലെ സന്തോഷം, സമാധാനം, ഇതൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? മോളെ, നീ വിഷമിക്കാതെ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എനിക്ക് വളരെ അടുപ്പമുള്ള വിശ്വാസിയായ ഒരു നല്ല കൗൺസിലറുണ്ട്. നമുക്ക് സാമിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോകാം. എൻ്റെ കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ അമ്മമ്മ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമുക്കവരെ വിശ്വസിക്കാമോ? തീർച്ചയായും വിശ്വസിക്കാം. മോളെ, നിനക്കറിയാമായിരിക്കും, നമ്മുടെ സഭയിലെ പുളിങ്കര ഇടവകയിലെ അവറാച്ചൻ്റെ മൂത്ത മകൾ ഗ്രേസിനെ വളരെ ആത്മീയതയും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലവുമാണ് ഗ്രേസിൻ്റെ. ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഗ്രേസേ, ഞാനാ ചിന്നമ്മ. എവിടെയുണ്ട് ഗ്രേസേ ഇപ്പോൾ? അപ്പോൾ ഗിസേസി തന്നെ ആണല്ലോ. ഞാനും ഗിസേസിലുണ്ട്. ഞാനേ എൻ്റെ ചേട്ടത്തിയുടെ മോളുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഗ്രേസിൻ്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഒരു ചെറിയ വിഷയമുണ്ട്. അവരുടെ കുടുംബത്തിൽ കുറച്ച് അസ്വസ്ഥതകളുണ്ട്. ഗ്രേസെ, കുറച്ച് സമയത്തേക്ക് ഇവിടെ ഒന്ന് വരുവാൻ അസൗകര്യം ഉണ്ടാവുമോ? താങ്ക് യു ഗ്രേസെ. ലൊക്കേഷൻ മാപ്പ് ഞാനിപ്പോൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. എന്തായി ചിന്നമാമേ? മോളെ, ഗ്രേസ് ഇപ്പം ഇങ്ങോട്ട് വരും. നീ ഒരു കാര്യം ചെയ്യും. നീ സാമിനോടും കുഞ്ഞുങ്ങളോടും ഒന്ന് ഒരുങ്ങിയിരിക്കാൻ പറ. നീ അങ്ങോട്ടൊന്നും ചെയ്യില്ല. മോളെ, ഗ്രേസ് വന്നെന്ന് തോന്നുന്നു. ഗ്രേസ്, വരൂ, കയറി വരും. ഗ്രേസ്, ഇതാ എൻ്റെ ചേട്ടത്തിയുടെ മകൾ ലാലി. ഹായ് ലാലി. കുഞ്ഞുങ്ങൾ അല്പസമയം അകത്തേക്ക് പോയിക്കൊള്ളൂ. സാമിനോടും ലാലിയോടും എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. സാമിന്റെ കുടുംബത്തിന് ഇന്ന് നേരിട്ടിട്ടുള്ള ഈ അസ്വസ്ഥതയ്ക്കുള്ള പ്രധാന കാരണം എന്താണെന്ന് സാമിന് അറിയാമല്ലോ. യെസ് ആൻറ്റി, എൻ്റെ ജീവിതത്തിലെ താളപ്പിഴയാണ് ഇതിനെല്ലാം കാരണം. ഞാൻ കാരണം എൻ്റെ അമ്മ മനോവേദനയോടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നാറുണ്ട്. ഉറങ്ങാനായി കണ്ണടയ്ക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു.
പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എല്ലാം ഞാൻ കാരണമാണ്. എൻ്റെ അമ്മയുടെ ശാപമായിരിക്കും എൻ്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ച ആരംഭിച്ചു. സങ്കടപ്പെടാതെ. അമ്മയുടെ ശാപമൊന്നുമല്ല ഇതിന് കാരണം. ഒരമ്മയ്ക്കും മക്കളെ ശപിക്കുവാൻ കഴിയില്ല. മക്കളുടെ നന്മ കാണണമെന്നാണ് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. സാം ദൈവപൈതലായി ജീവിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. അതിന് വിപരീതമായി സാമിന്റെ ജീവിതത്തിൽ ചിലത് കണ്ടപ്പോൾ അമ്മയുടെ മനസ്സ് വിഷമിച്ചു എന്നത് സത്യമാണ്. ദേഷ്യപ്പെട്ടതും പെട്ടെന്ന് നാട്ടിലേക്ക് പോയതുമൊക്കെ സാമിനൊരു മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ എന്ന് അമ്മ ചിന്തിച്ചു കാണും. സാമിന്റെ തെറ്റ് എന്താണെന്ന് സാമിന് മനസ്സിലായല്ലോ. തെറ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റ് തിരുത്തുവാൻ എളുപ്പം സാധിക്കും. ദൈവസന്നിധി വിട്ടുമാറിയപ്പോൾ തെറ്റായ കാര്യങ്ങൾ തെറ്റല്ല എന്ന് സാമിന് തോന്നി തുടങ്ങി. ജീവിതത്തിന്റെ ഉയർച്ചയുടെ പാതയിൽ എവിടെ വെച്ചോ ദൈവവുമായുള്ള ബന്ധം സാമിന് നഷ്ടപ്പെട്ടു. അത് ജീവിതത്തെ അസ്വസ്ഥമാക്കി. ആദ്യം അതൊന്നും മനസ്സിലാക്കിയില്ല. ഭൗതികമായ കാര്യങ്ങൾ നൽകി തന്ന സുരക്ഷിതത്വം നഷ്ടപ്പെട്ടപ്പോൾ സാമിന്റെ ജീവിതം നിരാശയിലേക്ക് വഴുതി വീണു. ക്രമേണ ജീവിതം തന്നെ വെറുത്തു തുടങ്ങി. ദൈവാശ്രയം ഇല്ലാത്തതിനാൽ നേരിട്ട പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാധിച്ചില്ല. സാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. എന്നിട്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം യേശു മാത്രമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ചിന്നമ്മ ചേച്ചിയെ ദൈവം നിങ്ങളുടെ മുൻപിൽ എത്തിച്ചത്. ഒരു കുടുംബിനി എന്ന നിലയിൽ ലാലിയുടെ ഭാഗത്തും ഒരുപാട് വീഴ്ചകളുണ്ടായി. സാം ആത്മീയ കാര്യങ്ങളിൽ പിന്നോക്കം പോയപ്പോൾ ഗൗരവമായി കണ്ടില്ല. ചില ദുശീലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായിട്ടും അത്ര സാരമാക്കിയില്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അമിത ശ്രദ്ധ കാട്ടിയപ്പോൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഒട്ടും തന്നെ ശ്രദ്ധിച്ചില്ല. പഠിക്കാനുള്ള വിലയേറിയ സമയം നഷ്ടപ്പെട്ടു പോകുമെന്ന കാരണത്താൽ ലാലി അവരെ സൺഡേ സ്കൂളിനും വിട്ടില്ല. യഹോവയോടുള്ള ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. യഹോവ ഭക്തി കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തില്ല. ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് പണിയുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 14:1 പറയുന്നു. 12-ാം അധ്യായം 4 പറയുന്നു, ഉത്തമയായ സ്ത്രീ ഭർത്താവിന് ഒരു കിരീടമാകുന്നുവെന്ന്. ഒരു സ്ത്രീ എന്ന നിലയിൽ ലാലി പല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയില്ല എന്ന് ലാലിക്കും തോന്നുന്നില്ലേ? നിങ്ങൾക്ക് പറ്റിയ വീഴ്ചകളൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറയുന്നു. സാമും ലാലിയും ഇന്നു മുതൽ ഒരു പുതിയ തീരുമാനം കൈക്കൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കണം. ദൈവം തന്നിട്ടുള്ള കഴിവുകളും താലന്തുകളും പാഴാക്കി കളയാതെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണം. നിങ്ങൾ ഒരിക്കലും ആരാധനയും കുടുംബ പ്രാർത്ഥനയും മുടക്കാതെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. മദ്യവും ഈ ലോക മോഹങ്ങളും തരുന്നത് താൽക്കാലിക സമാധാനം മാത്രമാണ്. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ മാത്രമാണ് നിത്യമായ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നത്. ദൈവം മനുഷ്യന് ഭൂമിയിൽ തന്നിട്ടുള്ള മനോഹരമായ ഒന്നാണ് കുടുംബജീവിതം. എന്താണ് കുടുംബമെന്ന് നിങ്ങൾക്കറിയാമോ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ദൈവസ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് കുടുംബം ഇമ്പമുള്ളതായി തീരുന്നത്. യോശുവ എടുത്ത തീരുമാനം പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളുടെ യഹോവയെ സേവിക്കും എന്നുള്ള ഉറച്ച തീരുമാനം സാമിനും ലാലിക്കും എടുക്കാൻ കഴിയണം. എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചതെല്ലാം നന്മയ്ക്കായിട്ടാണ് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്നു മുതൽ ഞങ്ങൾ കുടുംബമായിട്ട് യഹോവയെ സേവിക്കും. ആന്റിയുടെ ഉപദേശങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പുത്തൻ പ്രതീക്ഷ നൽകി. വളരെ നന്ദിയുണ്ടായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഇനിയും കാണാം. സമയം കിട്ടുമ്പോൾ വിളിക്കാൻ മറക്കണ്ട. ആൻറ്റി, വളരെ സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. മനസ്സിൻ്റെ ഒരു വലിയ ഭാരം നീങ്ങിപ്പോയ പോലെ തോന്നുന്നു. എന്തെന്നില്ലാത്തൊരു ആശ്വാസവും സമാധാനവും മനസ്സിന് കിട്ടി. മോളെ ലാലി, ചിന്നമ്മ എന്തി? ഇറങ്ങുവാണോ? മോളെ ലാലിയും ഞാനെന്താ ഗ്രേസിൻ്റെ കൂടെ അങ്ങ് പോട്ടെ. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. ഞാൻ കുഞ്ഞുങ്ങളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഓർക്കാം. മക്കളെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. സാമേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. മോളെ, മക്കളെ, ശരി എന്നാ.
ശേഷം ഒരു വെള്ളിയാഴ്ച. ഏറെ നാളുകളായി പള്ളിയിൽ പോകാതിരുന്ന സാമും കുടുംബവും ഇന്ന് ആരാധനയിൽ സംബന്ധിച്ച് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു വെള്ളിയാഴ്ച. ഏറെ നാളുകളായി പള്ളിയിൽ പോകാതിരുന്ന സാമും കുടുംബവും ഇന്ന് ആരാധനയിൽ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുന്നു. സാമിന്റെ കുടുംബജീവിതം പഴയതുപോലെ ദൈവസ്നേഹമുള്ളതായി തീർന്നു. ഹലോ, ചിന്നമ്മയോ? എന്തൊക്കെയുണ്ട് മമ്മി വിശേഷങ്ങൾ? ഞങ്ങളിപ്പോൾ പള്ളിയിൽ പോയിട്ട് എത്തിയതേ ഉള്ളൂ. രണ്ടുപേരും കൂടെയോ? ഇങ്ങോട്ട് വരുന്നോ? ശരിയാ മാമി. അച്ചായ, ചിന്നമാമയും ഗ്രേസി ആൻറ്റിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണ്ടേ? ഇന്നത്തെ കുക്കിംഗ് നമ്മൾ ഒരുമിച്ച്. സോഷ്യൽ മീഡിയയും ഈ ലോക സുഖങ്ങളും നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവികമായ കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാൻ ഇടയാകരുത്. നിങ്ങളുടെ ആത്മീയ ജീവിതം എവിടെ? നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെല്ലാത്തിനും ഉപരിയായി പ്രഥമ സ്ഥാനം ദൈവത്തിലായിരിക്കട്ടെ. നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ്റെ കൊടിയുമായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം.